ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മല്ലൂസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിനനുസരണം മുളക് പൊടി ചേർക്കാവുന്നതാണ്. മുളക് പൊടി എടുത്ത അതേ അളവിൽ നമ്മൾ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. രണ്ട് നാരങ്ങയുടെ നീരും കൂടെ നമ്മൾ ഇതിനകത്ത് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല കണക്കൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനിലേക്ക് അരപ്പ് പിടിക്കുന്നതിനായി 1 മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അടുപ്പിൽ നമ്മൾ തീ എത്തിച്ചിട്ടുണ്ട്. ശേഷം പാത്രം ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കാം. എണ്ണ നല്ല രീതിയിൽ ചൂടായതിനു ശേഷം കുറച്ച് കടുക് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിനു ശേഷം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സവാളയും കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞത് നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല രീതിയിൽ ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചമുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. ബാക്കിയിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയെല്ലാം നല്ല രീതിയിൽ വഴണ്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരപ്പ് കയറിട്ട് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് വെള്ളം വറ്റാനായിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് തുറന്ന് വെച്ച് വേവിക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ കറിയെല്ലാം നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ.